വയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. വിശുദ്ധ പൗലോസ്ലിയ റോമാക്കാർക്കെതിരെ ലേഖനം അധ്യായം 16-19 നിങ്ങൾ നല്ല കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവായ ദൈവം പിശാചിനെ ഉടൻ തന്നെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രലോഭനങ്ങളെക്കുറിച്ചിട്ടാണ്. ടെംപ്റ്റേഷൻസ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം പ്രലോഭനങ്ങൾ, ടെംപ്റ്റേഷൻസ്. ഇതിനെ നമ്മൾ നന്നായി ഫേസ് ചെയ്യേണ്ടതും അതിജീവിക്കേണ്ടതും വലിയ അത്യാവശ്യമാണ്. ആധ്യാത്മിക ജീവിതത്തിൽ നമ്മുടെ ജീവിത പുരോഗതി ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതനുസരിച്ചിട്ടാണ്. ആധ്യാത്മിക ഒരു സ്പിരിച്വൽ ലൈഫിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞത് പ്രലോഭനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതനുസരിച്ചിട്ടാണ്. ആവിലായിലെ വിശുദ്ധ തെരേസ നമുക്ക് പ്രലോഭനങ്ങളെക്കുറിച്ച് നല്ല 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 കുറേ തോട്ട്സ്, നല്ല കുറേ ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട്. ആദ്യം തന്നെ വിശുദ്ധ തെരേസ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: പ്രലോഭനങ്ങളെക്കുറിച്ച് ഒരു തിരിച്ചറിവ് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഒരു അവബോധം നല്ലതാണ്. എന്താണ് പ്രലോഭനം, എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എന്നും ഫേസ് ചെയ്യുന്ന കാര്യമാണ് ചെറുതും വലുതുമായ പ്രലോഭനങ്ങൾ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പൗലോസ്ലിയ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പറയുന്നത്, അതായത് അനേകർ വിവിധ പരീക്ഷകളാലും പീഡനങ്ങളാലും അതിലേക്ക് അതിജീവിച്ച് വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് അവർ ശക്തിപ്പെടുത്തി, ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തി. അവരുടെ ഒരു ദൗത്യം ഇതായിരുന്നു. അതായത് ഈ പ്രലോഭനങ്ങൾ, പരീക്ഷകളൊക്കെ അതിജീവിച്ച് വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുന്നു, അതിനുവേണ്ടി തൻ്റെ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുന്നു. പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ ഫേസ് ചെയ്യാനും കൈകാര്യം ചെയ്യാനും അതിനൊക്കെ തിരിച്ചറിയാനും ദൈവം വലിയൊരു അനുഗ്രഹം നമുക്ക് നൽകുന്നുണ്ട്. 1 കൊറിന്തോസിൽ പൗലോസ്ലിയ പറയുന്നുണ്ട്, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നൽകിയിട്ടില്ല. കർത്താവ് വിശ്വസ്തനാണ്. ദൈവം നമ്മുടെ ശക്തിക്ക് അനുസരിച്ച് പ്രലോഭനം തരുള്ളൂ. പ്രലോഭനത്തെക്കുറിച്ചൊരു തിരിച്ചറിവിലേക്ക് നമുക്ക് പോകാം. വിശുദ്ധ തെരേസ നൽകുന്ന 2-3 കാര്യങ്ങൾ, അതായത് ഇങ്ങനെയാണ് പറയുന്നത്, എന്തൊക്കെ തരത്തിലുള്ള പ്രലോഭനങ്ങളാണ് നമ്മൾ സാധാരണ ഫേസ് ചെയ്യുക. അതിനെക്കുറിച്ച് വിശുദ്ധ തെരേസ 3 തരത്തിൽ പ്രലോഭനങ്ങളെ ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ട്. ഒന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഇതാണ്, അതായത് നമ്മുടെ മനുഷ്യപ്രകൃതിക്ക് അനുസരിച്ചുള്ള പ്രലോഭനങ്ങളെ വിശുദ്ധ തെരേസ 3 തിരിച്ചിട്ട് ആദ്യത്തെ കാര്യം പറയാണ്, നമ്മുടെ പ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള പ്രലോഭനങ്ങൾ, നമ്മുടെ ഒരു നേച്ചർ അനുസരിച്ചിട്ടുള്ള പ്രലോഭനങ്ങൾ. നമ്മുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാമോദീസ സ്വീകരിച്ച് കർത്താവ് നമുക്ക് ഉത്ഭവപാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഒക്കെ മോചനം നൽകി നമ്മുടെ ഈശോയോട് ചേർത്ത് ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. പക്ഷേ നമ്മുടെ ഉള്ളിൽ പാപത്തോടുള്ളൊരു ചായ്വ്, ഒരു പ്രകൃതിയുണ്ട്. അതായത് പാപാസക്തി മനുഷ്യരിലുണ്ട്. എല്ലാ മനുഷ്യരിലും പാപത്തോടുള്ളൊരു ചായ്വുണ്ട്. നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മളിലേക്ക് വരുന്ന നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ ഈ ചായ്വ്, ഈ പാപത്തോടുള്ള ചരിവ് അതിനെ ഒന്ന് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ
വിശുദ്ധ തെരേസ നൽകുന്ന ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ്. ചില പ്രലോഭനങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ മനുഷ്യ പ്രകൃതി, അതായത് പാപാസക്തി, പാപത്തോടുള്ള ചായ്വിനോട് ചേർന്ന പ്രലോഭനങ്ങൾ. അത് ചിന്തയിലൂടെ ആവാം, പ്രവൃത്തിയിലൂടെ ആവാം, നമ്മുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ ആവാം. പാപത്തോടുള്ള ഈ ചരിവ് അതുമൂലം വരുന്ന ഒരുപാട് പ്രലോഭനങ്ങൾ, ഒന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ. രണ്ടാമത് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്, അതായത് ലോകത്തിൻ്റെ അറിവ് വഴി വരുന്ന പ്രലോഭനങ്ങൾ, നാട്ടുനടപ്പിൻ്റെ അറിവ് എന്ന് പറയാം. വിശുദ്ധ തെരേസ പറയാം, നാട്ടുനടപ്പിൻ്റെ ജ്ഞാനം വഴി നൽകുന്ന വരുന്ന പ്രലോഭനങ്ങൾ. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലോകം പറയാണ് കച്ചവടം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടേ എന്ന് പറഞ്ഞാൽ അത് ലോകത്തിൻ്റെ അറിവാണ്, നാട്ടുനടപ്പാണ്. അത് ലോകത്തിൻ്റെ അറിവ്. ലോകത്തിൻ്റെ അറിവ് എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല. ലോകം ദൈവത്തിൻ്റെ വചനത്തോട് പലപ്പോഴും എതിരായിട്ടാണ്. അപ്പോൾ ലോകത്തിൻ്റെ അറിവ്, നാട്ടുനടപ്പിൻ്റെ ജ്ഞാനം എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തോട് എതിരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടുനടപ്പിൻ്റെ ജ്ഞാനം അനുസരിച്ചുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ചിലപ്പോൾ പറയും കൈക്കൂലി അത് വാങ്ങിക്കാതിരിക്കാനൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റില്ല എന്ന ലോകത്തിൻ്റെ പ്രലോഭനം, ലോകത്തിൻ്റെ ജ്ഞാനം അനുസരിച്ച് അത് തെറ്റല്ല. പക്ഷേ ശക്തമായ ഭാഷയിൽ വചനത്തിലൂടെ ദൈവം നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. ഇതിനൊക്കെ എതിരെ താക്കീത് നൽകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന രണ്ടാമത്തെ ടൈപ്പ് പ്രലോഭനമാണ് ലോകത്തിൻ്റെ നാട്ടുനടപ്പിൻ്റെ ജ്ഞാനത്തിനനുസരിച്ചുള്ള പ്രലോഭനങ്ങൾ. അതിൽ വേരുറച്ച പ്രലോഭനങ്ങൾ. നമ്മളതിനെ തിരിച്ചറിയണം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഉപദേശത്തിൽ, ആ ഒരു ശരിയിൽ അതൊരു ശരിയല്ല, ആ ഒരു ഇല്യൂഷനിൽ നമ്മൾ പെട്ടുപോകും. രണ്ടാമത്തെ ടൈപ്പ്. മൂന്നാമത്തെ തരം പ്രലോഭനമാണ്, അതായത് വിശുദ്ധ തെരേസ പറയാണ്, പിശാച് നമ്മളെ തോൽപ്പിക്കാനായിട്ട് വയ്ക്കുന്ന കെണികൾ, പിശാച് തോൽപ്പിക്കാനായിട്ട് നമ്മളെ കുടുക്കാനായിട്ട് വയ്ക്കുന്ന കെണികൾ. ഈ മൂന്ന് തരത്തിലുള്ള പ്രലോഭനങ്ങളാണ് വിശുദ്ധ തെരേസ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, നമ്മുടെ പ്രകൃതി, പാപാസക്തി, അതിൽ വേരൂന്നിയ പ്രലോഭനങ്ങൾ. രണ്ടാമത്, ലോകത്തിൻ്റെ ജ്ഞാനം, നാട്ടുനടപ്പിൻ്റെ ജ്ഞാനം, ആ ഉപദേശത്തിൽ വേരൂന്നിയ പ്രലോഭനങ്ങൾ. മൂന്നാമത്, പിശാച് നമ്മളെ വീഴ്ത്താനായിട്ട് ഒരുക്കുന്ന കെണികൾ. ഈ ഒരു മൂന്ന് തരത്തിൽ ഈ പ്രലോഭനങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മളതിനെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. വചനത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, പഴയ നിയമത്തിൽ മുതൽ പുതിയ നിയമം വരെ പ്രലോഭനങ്ങളുടെ എക്സാമ്പിൾസ് ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യ മാതാപിതാക്കൾ പ്രലോഭനം, സാത്താൻ്റെ പ്രേരണയിൽ വീണു പോവുകയാണ്. അങ്ങനെയാണ് ആദ്യ കൽപ്പന, ആദ്യ തിന്മയിലേക്ക്, പ്രഥമമായ തിന്മയിലേക്ക് അവർ വന്നു പതിക്കുന്നത്. അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം, ആ വൃക്ഷത്തിൻ്റെ ഫലം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും എന്ന് കണ്ട് ആ പഴം പറിച്ചു തിന്നു. ഇന്നും പ്രലോഭനങ്ങളുടെ ഒരു നേച്ചർ എങ്ങനെയാണ്? ഇപ്പോൾ ഉൽപ്പത്തി 3-ാം അധ്യായം 6-ാം വാക്യം, ആ വൃക്ഷത്തിൻ്റെ ഫലം ആസ്വാദ്യകരവും, ആസ്വാദ്യമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്ത, നമ്മുടെ ആഗ്രഹം, നമ്മുടെ പ്രവൃത്തി, ചായ്വ്, പ്രലോഭനങ്ങൾ അങ്ങനെ വരും. ആസ്വാദ്യകരവും, കണ്ണിന് കൗതുകകരമായ കാര്യങ്ങൾ, കണ്ണിന് എപ്പോഴും കൗതുകമായ കാര്യങ്ങൾ, ഇതിലേക്ക് നമ്മളുടെ കണ്ണ് ആകർഷിക്കപ്പെടും, നമ്മളുടെ ചിന്ത ആകർഷിക്കപ്പെടും, നമ്മുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ പ്രവൃത്തികൾ ആകർഷിക്കപ്പെടും. അപ്പോൾ ആസ്വാദ്യകരവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും എന്ന് കണ്ട് ആ പഴം അവർ പറിച്ചു തിന്നു. എല്ലാ അറിവും ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമല്ല. അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും എന്ന് കണ്ട്, നല്ല ഉദ്ദേശത്തോടെ, പക്ഷേ ഈ ദൈവത്തിൻ്റെ കൽപ്പന അവർ അവിടെ ലംഘിക്കുന്നു. ആസ്വാദ്യകരമായത്, കണ്ണിന് കൗതുകരമായത്, അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും എന്ന് കണ്ട് അവിടുന്ന് അവർ ആ പഴം പറിച്ചു തിന്നു. അപ്പം ആദ്യ മാതാപിതാക്കൾ മുതൽ ഈ പ്രലോഭനത്തിൽ വീഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രലോഭനത്തിൻ്റെ നേച്ചറും അങ്ങനെയാണ്. നമ്മൾ പൗലോസ്ലിയ തെസലോണിക്കക്കാർക്ക് ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 5-ാം വാക്യം എങ്ങനെയാണ് പറയുന്നത്? പ്രലോഭകൻ നിങ്ങളെ ഏതു വിധത്തിലും പരീക്ഷയിൽ വീഴ്ത്തിയേക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു, ഞങ്ങളുടെ പ്രയത്നമെല്ലാം പാഴായി പോകുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. പൗലോസ്ലിയ പറയാണ്, ഞങ്ങളുടെ അധ്വാനവും പ്രയത്നമെല്ലാം ഈ പ്രലോഭകൻ നിങ്ങളെ ഏത് വിധേനയും എന്നൊരു ഭയം ഞങ്ങൾക്കുണ്ട്, എന്നൊരു ഭീതി ഞങ്ങൾക്കുണ്ട്. കാരണം ഇത് നമ്മളെ വീഴ്ത്താനായിട്ട് പത്രോസ്ലിയുടെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 8-ാം വാക്യം പറയുന്നുണ്ട്, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി ചുറ്റി നടക്കുകയാണ്.
പത്രോസ്ലിയ പറയാണ്, സമചിത്തതയോടെ നമ്മൾ ഇരിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ശത്രുവായ പിശാച്, നമ്മുടെ ശത്രുവാണ്. നമ്മൾ ആദ്യം കേട്ടു, ഈ പിശാചിനെ കാൽക്കീഴിലാക്കി തകർത്ത് കളയുന്ന സമാധാനത്തിൻ്റെ ദൈവമുണ്ട്. തിന്മയുടെ മാലിന്യമേശാതെ നല്ല കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരായാൽ ഈ പിശാചിനെ കാൽക്കീഴിലാക്കി തകർത്ത് കളയുന്ന നമ്മുടെ ദൈവമുണ്ട്. പത്രോസ്ലിയ പറയാണ്, ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വീഴ്ത്തണമെന്ന് നോക്കി ചുറ്റി നടക്കുന്നു. എന്നിട്ട് പറയാണ്, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിരിടും. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഈ ശത്രുവിനെ നമ്മൾ എതിരിട്ടേ പറ്റൂ. എന്താണ് ഈ പ്രലോഭനങ്ങളെ കൈകാര്യം ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്? വെരി ഈസി. തിയറിയിലൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യുന്നതാണ്. തമ്പുരാൻ്റെ ശക്തിയിൽ ആശ്രയിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. ഞാൻ എത്രയൊക്കെ തീരുമാനം എത്രയാലും, എത്രയൊക്കെ ബലം പിടിച്ചാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ പ്രലോഭനത്തിൽ വീണു പോകും. അതുകൊണ്ട് നമ്മൾ പ്രലോഭനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, എങ്ങനെ പ്രലോഭനങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാം. എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം? ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ പ്രസക്തമായ 2-3-4 കാര്യങ്ങൾ മാത്രം ഇന്ന് പങ്കുവയ്ക്കുകയാണ്. എങ്ങനെ നമുക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ, എങ്ങനെ ഫേസ് ചെയ്യാൻ, എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും. ആദ്യത്തെ കാര്യം ഇതാണ്, എൻ്റെ ദൈവത്തിൻ്റെ കൂടെ നടക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. പ്രലോഭനങ്ങളിൽ വീഴാതെ ജീവിക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, എൻ്റെ തമ്പുരാൻ്റെ, എൻ്റെ അപ്പൻ്റെ കൈ പിടിച്ച് നടക്കണം. ഞാൻ ഓർക്കുന്ന ഒരു ഉദാഹരണം ഇതാണ്. പണ്ട് പഠിക്കുന്ന സമയത്ത് ട്യൂഷന് പോകുമ്പോൾ അതിരാവിലെ പോകണം. അപ്പോൾ എനിക്ക് കുറച്ച് ദൂരെയാണ് ട്യൂഷൻ. എൻ്റെ കോളേജൊക്കെ കഴിഞ്ഞ് എൻ്റെ പ്രൊഫഷണൽ ഇതിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് അപ്പോൾ കുറച്ച് ദൂരെ പോകണം. അപ്പോൾ അതിന് രാവിലെ 6 മണി 6:30 ആകുമ്പോൾ നമ്മൾ പോകണം. അപ്പോൾ കുറച്ച് ഇരുട്ടുള്ള ഒരു സമയം, 6 മണിക്കൊക്കെ എഴുന്നേറ്റ് പോകും. അപ്പോൾ സൈക്കിളിന് പോകുമ്പോൾ എൻ്റെ അയൽവക്കത്തൊരു ഒരു 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 പട്ടിയുണ്ട്, ഒരു കറുത്തൊരു പട്ടി. ഈ പട്ടി എന്നെ കണ്ടാൽ എപ്പോഴും കുറച്ച് വരും. എനിക്കാണെങ്കിൽ ഈ പട്ടീനെ ഭയങ്കര പേടിയും. അപ്പോൾ ഈ പട്ടി വരുമോ ഇല്ലയോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. എപ്പോഴൊക്കെ ആ വഴി കൂടെ ഞാൻ വണ്ടി ഓടിച്ച് സൈക്കിൾ ഓടിച്ച് പോകുമ്പോഴോ നടന്നു പോകുമ്പോഴൊക്കെ പട്ടി അവിടെ എന്നെ കാണുമ്പോൾ കുറച്ച് എൻ്റെ അടുത്തേക്ക് വരുന്ന ഈ പട്ടി അവിടെ ഉണ്ടോയെന്ന് ഞാൻ ശ്രദ്ധിക്കും. പട്ടി ഉണർന്നാണ് ഇരിക്കുന്നത്, കുറച്ചാണ് നിൽക്കണത്, അത് അവിടെ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് വളരെ ശ്രദ്ധയോടെ ഞാൻ പോകാറുള്ളൂ. ചിലപ്പോൾ ഈ പട്ടി അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു സൊല്യൂഷൻ ഉണ്ട്. ഞാൻ എൻ്റെ അപ്പച്ചനെ വിളിക്കും. അപ്പച്ചനെ വിളിച്ചിട്ട് പറയും, എനിക്ക് പട്ടീനെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പച്ചൻ എന്ത് ചെയ്യും, അപ്പൻ എൻ്റെ കൈമ പിടിച്ചിട്ട് ഈ പട്ടിയുള്ള ഭാഗം എന്നെ കടത്തി തരും. ആ വീടിൻ്റെ ആ ഒരു ഭാഗം കഴിയണ വരെ, ഈ പട്ടി വരാത്ത ഒരു സ്ഥലം വരെ എന്നെ കൈമ പിടിച്ച് നടത്തും. അപ്പോൾ അപ്പച്ചൻ പറയും, നീ പൊക്കോടാ, ഞാൻ അവിടെ നിന്നോളാം എന്ന് പറഞ്ഞാലും അപ്പോൾ ഞാൻ അപ്പനോട് പറയും, എൻ്റെ കൂടെ വാ, ഇത് കഴിയണ വരെ വാ എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എൻ്റെ അപ്പൻ്റെ കൈ പിടിച്ച് ഈ ഒരു പട്ടിയുള്ള ഭാഗം എന്നെ കടത്തി. അപ്പനുള്ളപ്പോൾ ഈ പട്ടി കുറയ്ക്കില്ല, ഈ പട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വരില്ല. വലിയൊരു സത്യമുണ്ട്. അതായത് പ്രലോഭനങ്ങളെ ഫേസ് ചെയ്യാൻ ആദ്യത്തെ പടി ഇതാണ്. ഏറ്റവും ആദ്യത്തെ കാര്യം ഇതാണ്. ഏറ്റവും പ്രഥമമായിട്ട് എൻ്റെ അപ്പൻ്റെ കൈ പിടിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ കരം ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രലോഭനങ്ങളിൽ വീഴില്ല. എന്നെ വീഴ്ത്താനായിട്ട് ഈ പട്ടിക്ക് സാധിക്കില്ല. ഈ ഒരു കൊര വരുമ്പോൾ, ശത്രുവായ പിശാചിൻ്റെ കൊര വരുമ്പോൾ തന്നെ ആ അപ്പൻ്റെ കൈമ പിടിച്ചോളണം. എന്നിട്ട് ആ ശത്രുവിനെ തോൽപ്പിക്കാനായിട്ട് നമ്മുടെ അടുത്ത് പോലും വരില്ല. ആ കടമ്പ കടക്കാൻ, ഈ പ്രലോഭനത്തിൻ്റെ ഈ പരീക്ഷണത്തിൻ്റെ കടമ്പ കടക്കാനായിട്ടുള്ള ആദ്യത്തെപ്പടി എൻ്റെ അപ്പൻ്റെ കൂടെ നടക്കണം, എൻ്റെ അപ്പൻ്റെ കൈ പിടിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്, ഞാൻ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അനുദിനം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 40-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, പ്രലോഭനങ്ങളെ കൈകാര്യം ചെയ്യാൻ, പ്രലോഭനങ്ങളെ ഫേസ് ചെയ്യാൻ, അതിൽ ഉൾപ്പെടാണ്ടിരിക്കാനായിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുവിൻ. അതാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്. വലിയൊരു പ്രാർത്ഥനയാണ്. നമ്മൾ ഈശോയോട് പറയാണ്, ദൈവമേ പ്രലോഭനങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്. ഇതിന് വലിയ അർത്ഥമുണ്ട്. 2 അർത്ഥങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന് ഇതാണ്, അതായത് പ്രലോഭനങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുവദിക്കരുതെന്നതാണ് അതിൻ്റെ ആദ്യത്തെ അർത്ഥം. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാണ്, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഈ പരീക്ഷകൾ നീ തരല്ലേ, എൻ്റെ ജീവിതത്തിൽ നീ പരീക്ഷകൾ പ്രലോഭനം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കരുതെന്നാണ് ആദ്യത്തെ പ്രാർത്ഥന. രണ്ടാമത് അതിൻ്റെ അർത്ഥം ഇതാണ്,
ഇനി എൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വന്നാൽ അതിന് വഴങ്ങാൻ എന്നെ അനുവദിക്കരുത്. ആദ്യം ഞാൻ പ്രാർത്ഥിക്കും, പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതെന്ന് പറയുമ്പോൾ ആദ്യത്തെ അർത്ഥതാണ് പ്രലോഭനങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുവദിക്കല്ലേ എൻ്റെ ഈശോയെ. രണ്ടാമത്, ഇൻ കേസ് പ്രലോഭനങ്ങൾ വന്നാൽ അതിൽ വഴങ്ങാനായിട്ട് എന്നെ അനുവദിക്കരുത്, വഴങ്ങാനായിട്ട് എന്നെ അനുവദിക്കുക. കർത്താവെ, എന്നെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, അതിൽ വഴങ്ങാനായിട്ട് എന്നെ അനുവദിക്കരുത് എന്ന നിരന്തരമായ പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നു. ഇത് അത്യാവശ്യമാണ്. പ്രലോഭനത്തിൽ വീഴാതെ അതിനെ അതിജീവിക്കാനായിട്ട് നല്ല പ്രാർത്ഥന നമുക്ക് വേണം, നല്ല പ്രാർത്ഥന വേണം. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു അർത്ഥമുണ്ട്. അതായത് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഉള്ളുകൊണ്ട് ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ തിന്മയിലേക്ക് വരില്ല, ഞാൻ പാപം ചെയ്യില്ല, ഇല്ല എന്നൊരു തീരുമാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രലോഭനത്തിൽ എന്നെ ഉൾപ്പെടുത്തരുതെന്ന്, ഈ പ്രലോഭനത്തിൽ എന്നെ വീഴ്ത്തരുതെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന അടുത്ത പടി ഇതാണ്, നോ എന്നൊരു കാര്യം ഞാൻ പറയാണ്. ഇത് ഇല്ല എന്ന് ആദ്യം തന്നെ പറയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പ്രലോഭന പ്രക്രിയയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രലോഭന പ്രക്രിയ ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ, ഓരോ പ്രലോഭനങ്ങൾ വരുമ്പോഴും അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കി അതിനെ അതിജീവിക്കാൻ നല്ല തമ്പുരാനോട് കൂടെ ചേർന്ന് അതിജീവിക്കാനായിട്ട് നമ്മൾ സഹായിക്കും. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പഠിപ്പിക്കുന്നത് ഇതാണ്, പ്രലോഭന പ്രക്രിയയിലെ 3 പടികൾ, 3 സ്റ്റെപ്പ്. അതിതാണ്, ആദ്യം പാപം ചെയ്യാനായിട്ട് ഒരു നിർദ്ദേശം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. എ പ്രൊപ്പോസൽ ടു കമ്മിറ്റ് സിൻ. ഫസ്റ്റ് പ്രോസസ്സാണ്, അതാണ് പ്രലോഭനം. അതായത് ഒരു തിന്മ ചെയ്യാൻ ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, തിന്മയുടെ ഒരു ചിന്ത, തിന്മയുടെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ടൊരു പ്രൊപ്പോസൽ എൻ്റെ ആത്മാവിന്, എൻ്റെ ചിന്തയിലേക്ക്, എന്നിലേക്ക് വരികയാണ്. എ പ്രൊപ്പോസൽ ടു കമ്മിറ്റ് സിൻ, ഒരു നിർദ്ദേശം. അതാണ് പ്രലോഭനം. അത് അതിൽ തന്നെ തിന്മയല്ല, എനിക്കൊരു നിർദ്ദേശം വരാണ്, പിശാചിൻ്റെ അല്ലെങ്കിൽ തിന്മയുടെ ഒരു നിർദ്ദേശം എൻ്റെ ഉള്ളിലേക്ക് വരാണ്, എൻ്റെ പാപാസക്തിയൊക്കെ ഉള്ള ഒരു നിർദ്ദേശം വരാണ്. കമ്മിറ്റ് സിൻ, പ്രൊപ്പോസൽ ടു കമ്മിറ്റ് സിൻ. ഈ ഒരു നിർദ്ദേശമാണ് ആദ്യത്തെ പടി. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയാണ്, ആദ്യത്തെ സ്റ്റെപ്പിലെ നമ്മൾ എന്ത് ചെയ്യണം, നോ പറയാനായിട്ട് ഒരു ജാഗ്രത നമുക്ക് വേണം. നമ്മൾ അപ്പം തന്നെ പറയണം, നോ പറയണം. ചിലപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഉദാഹരണം, ഒരു പട്ടി അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ പട്ടി ഉണ്ടോ എന്ന് നോക്കി അതിൽ കൂടെ പോകണമെന്ന് നിർബന്ധമില്ല. എനിക്ക് വേറൊരു വഴിയുണ്ടെങ്കിൽ അതില്ലാത്ത വഴിയിലൂടെ എനിക്ക് വേണമെങ്കിൽ പോവാം. അപ്പോൾ ആദ്യമേ തന്നെ ഈ പ്രൊപ്പോസൽ ടു കമ്മിറ്റ് സിൻ വരുമ്പോൾ തന്നെ എനിക്ക് നോ പറയാനുള്ളൊരു സാഹചര്യം, ആ ഒരു നോ പറയാനുള്ളൊരു ആർജവത്വം എനിക്ക് തമ്പുരാൻ ശക്തി നമുക്ക് നൽകുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നോ പറയുകയാണെങ്കിൽ വെരി ഈസി, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവില്ല. ഇനി രണ്ടാമത്തെ പ്രലോഭന പ്രോസസ്സിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്, ആ നിർദ്ദേശത്തിൽ ഒന്നില്ലെങ്കിൽ ആ പ്രൊപ്പോസൽ ടു കമ്മിറ്റ് സിൻ, ആ ഒരു നിർദ്ദേശത്തിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ സന്തോഷമില്ലാതെ അതൃപ്തി രേഖപ്പെടുത്തുകയോ ചെയ്യും. ഒന്നില്ലെങ്കിൽ ഈ പ്രൊപ്പോസൽ ടു കമ്മിറ്റ് സിൻ വരുമ്പോൾ അതിൽ കുറച്ചൊന്ന് സന്തോഷിക്കുകയോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അതൃപ്തി രേഖപ്പെടുത്തുകയോ ചെയ്യും. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി. ഇതിൽ നമ്മൾ സന്തോഷിക്കാനായിട്ട് കുറച്ച് സമയം കൊടുത്താൽ അതിൻ്റെ അർത്ഥം അത് കമ്മിറ്റിംഗ് സിന്നിലേക്ക് പതുക്കെ പോയി തുടങ്ങി, അതിലേക്ക് ആ പ്രലോഭനത്തിന് വഴങ്ങുന്ന ഒരു അടുത്ത ഫൈനൽ പടിയിലേക്ക് പോകും. സന്തോഷിക്കാനായിട്ട് അവസരം കൊടുക്കാതെ അതിന് അതൃപ്തി ഇമ്മീഡിയറ്റ്ലി രേഖപ്പെടുത്തിയാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകില്ല. അടുത്ത സ്റ്റെപ്പ് ഇതാണ്, ഈ പ്രലോഭത്തിൽ അല്പനേരം സന്തോഷിച്ച് അതിൽ പതുക്കെ അതിനെ ഒന്ന് എൻ്റർടൈൻ ചെയ്യുമ്പോൾ ഞാൻ സാവകാശം അതിന് ബോധപൂർവം സമ്മതം കൊടുത്ത് പാപത്തിലേക്ക് വീഴുന്നു. 3 പടി. ഒന്ന്, ഒരു കമ്മിറ്റ് സിന്നിൻ്റെ ഒരു പ്രപ്പോസൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ഇത് വരുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യണം, കർത്താവിൻ്റെ ശക്തിയിൽ കൃപയിൽ ആശ്രയിച്ചിട്ട് നോ പറയണം. ഇൻ കേസ് അത് കുറച്ചുകൂടി നിൽക്കുകയാണ്, അതിൽ സന്തോഷിക്കാനോ അതൃപ്തി രേഖപ്പെടുത്താനുള്ള അടുത്ത പ്രോസസ്സിലേക്ക് വരുമ്പോൾ ജാഗ്രതയോടെ അതിനെ അതൃപ്തി രേഖപ്പെടുത്തി നോ പറയാനായിട്ട്. ഈ ഒരു സന്തോഷം കുറച്ച് നീണ്ടുപോയാൽ ഞാൻ എടുത്ത തീരുമാനത്തെ ദുർബലപ്പെടുത്തുകയും ഞാൻ തിന്മയിലേക്ക്, ആ പ്രലോഭനത്തിലേക്ക് വഴങ്ങുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ്, ഈ നോ പറയാനുള്ള ഒരു ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ ഒരു ശക്തി നമ്മൾ പരിശീലിച്ച് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യത്തിൽ വ്യത്യസ്തമായ പ്രലോഭനങ്ങളുണ്ട്. ഓരോരുത്തർക്കും വളരെ വളരെ വ്യത്യസ്തമായ പ്രലോഭനങ്ങളാണ്. അവരുടെ കുറവുകൾ, ഈ ബലഹീനതകളിൽ അവർ കർത്താവിൽ ആശ്രയിച്ചിട്ട് അതിനെ ഓവർകം ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ ആയിട്ടുള്ള ശക്തി, നോ പറയാനുള്ള ഒരു വലിയ ശക്തിയാണ് നമ്മൾ പരിശീലിച്ച് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പരിശീലിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം പറഞ്ഞു, തമ്പുരാൻ്റെ കൈ പിടിച്ച് നടക്കണം, അപ്പൻ്റെ കൈ പിടിച്ച് നടക്കണം. രണ്ടാമത്
പ്രാർത്ഥിക്കണം പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് എന്ന്. മൂന്നാമത്, ഈ പ്രലോഭന പ്രോസസ്സിൽ ഞാൻ ചിന്തിക്കണം. ഞാൻ ഈ പ്രലോഭന പ്രോസസ്സിൽ അതിനോട് നോ പറഞ്ഞ് ഇല്ല എന്ന് പറയാനുള്ള ഒരു ജാഗ്രതയും ഒരു ശക്തിയും ഞാൻ തമ്പുരാനിൽ നിന്ന് പരിശീലിച്ച് നേടിയെടുക്കണം. അടുത്ത ഒരു കാര്യം ഇതാണ്, ഞാൻ പ്രലോഭന സാഹചര്യങ്ങളെ, പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കണം. നമ്മൾ വചനത്തിലൂടെ കാണുന്നുണ്ട്, ഒരു പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആരെങ്കിലും സഹതപിക്കുമോ? വലിയൊരു ചോദ്യമാണ്. പാമ്പാട്ടി പാമ്പിൻ്റെ കൂടെയാണ് നടക്കുന്നത്, പാമ്പിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. ആ പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടാവും? ആരെങ്കിലും സഹതപിക്കുമോ? അതിലൊരു പുതുമയുള്ള കാര്യമല്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മോട് പറയാണ്, പ്രലോഭനെ കൈകാര്യം ചെയ്യാൻ പ്രലോഭന സാഹചര്യങ്ങളെ, പാപ സാഹചര്യങ്ങളെ ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 1-ാം അധ്യായം 14-ാം വാക്യം എങ്ങനെയാണ്? ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത്, പ്രലോഭിപ്പിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ മോഹങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ദുരാശകളൊക്കെ, ഓരോരോ സാഹചര്യങ്ങൾ, പാപ സാഹചര്യങ്ങളൊക്കെ അതിലൊക്കെ വശീകരിക്കപ്പെടുമ്പോഴാണ് നമ്മൾ കുടുക്കിൽ വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കണം. വിശുദ്ധ അഗസ്റ്റിൻ്റെ ആത്മകഥയിൽ വിശുദ്ധൻ്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച് പറയുന്നുണ്ട്. പാപ സാഹചര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നൽകുന്ന നല്ല ഒരു ഉദാഹരണമാണ്. വിശുദ്ധ അഗസ്റ്റിൻ്റെ ഏറ്റവും ഉറ്റ സ്നേഹിതനായിരുന്ന അപ്പീലിയസ് എന്ന അഗസ്റ്റിൻ്റെ കൂട്ടുകാരൻ. അപ്പീലിയസ് അഗസ്റ്റിൻ്റെ ആദ്യം മുതലുള്ള കൂട്ടുകാരനാണ്, അവസാനം വരെ നിന്ന കൂട്ടുകാരനാണ്. അപ്പീലിയസ് വിശുദ്ധ അഗസ്റ്റിൻ്റെ പാപ ജീവിത കാലഘട്ടങ്ങളിൽ അഗസ്റ്റിനോടൊപ്പം ഉണ്ടായ കൂട്ടുകാരൻ. അഗസ്റ്റിൻ കർത്താവിനെ അറിഞ്ഞപ്പോൾ അഗസ്റ്റിനോടൊപ്പം ഈശോയെ അറിഞ്ഞ അപ്പീലിയസ് അഗസ്റ്റിനോടൊപ്പം ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് ജോലി ചെയ്ത് അഗസ്റ്റിനോടൊപ്പം വിശുദ്ധ ജീവിതം നയിച്ച് ഒപ്പം എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഉറ്റമിത്രത്തിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം അഗസ്റ്റിൻ തൻ്റെ ആത്മകഥയിൽ പങ്കുവെക്കുന്നുണ്ട്. അപ്പീലിയസിൻ്റെ ജീവിതത്തിലെ അനുഭവം. അപ്പീലിയസിൻ്റെ ജീവിതത്തിൽ ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു. വീക്ക്നെസ് ഇതാണ്, മല്ലയുദ്ധം ഒരു ഭയങ്കര ക്രേസായിരുന്നു. അപ്പീലിയസിൻ്റെ ജീവിതത്തിലെ ഒരു അഡിക്ഷനായിരുന്നു മല്ലയുദ്ധം. നമ്മൾ പറയുന്നത് റെസ്ലിംഗ് എന്നൊക്കെ പറയണ പോലെ അവൻ്റെ ജീവിതത്തിലെ ഒരു തിന്മ, ഒരു അഡിക്ഷൻ എന്ന് പറഞ്ഞത് ഈ ഒരു മല്ലയുദ്ധമാണ്. അത് പോയി കാണുക, അതിൽ രസിച്ചിരിക്കുക, അതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ഉന്മാദ അവസ്ഥയിൽ ആസ്വദിക്കുക എന്നുള്ളതാണ് അവൻ്റെ ജീവിത സന്തോഷം. അവൻ്റെ എപ്പോഴുള്ളൊരു അഡിക്ഷൻ, എപ്പോഴുള്ളൊരു വീക്ക്നെസ്. അപ്പീലിയസ് കർത്താവിനെ അറിഞ്ഞ് ഈ ഒരു ജീവിതത്തിലേക്ക്, നല്ല ജീവിതത്തിലേക്ക് വന്നപ്പോഴൊക്കെ അപ്പീലിയസ് ഒരു തീരുമാനം എടുത്തു, ഞാനിനി ഈ മല്ലയുദ്ധം കാണില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വീക്ക്നെസ്, എന്നെ എപ്പോഴും വരുന്ന ഒരു പ്രലോഭനം, ഈ പ്രലോഭനത്തിൽ ഞാൻ ഒരിക്കലും ഇനി നിബന്ധിക്കില്ല, അതിൽ വീഴില്ല എന്നുള്ള തീരുമാനം എടുത്തു. അങ്ങനെ തീരുമാനത്തിലൊക്കെ ഉറച്ചു പോകുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് അപ്പീലിയസ് തൻ്റെ ഒരു വിവാഹ സൽക്കാരത്തിൽ, ഒരു സൽക്കാര പാർട്ടി, ഒരു പാർട്ടിയിൽ പോകാനായിട്ട് ഇടയായി. അവിടെ ചെന്നപ്പോൾ തൻ്റെ പഴയ കൂട്ടുകാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അവർ ഒരു ന്യൂസ് പറഞ്ഞു, അതായത് ഇന്ന് ഈ നഗരത്തിൽ, ഇന്ന് ഈ ടൗണിൽ ഒരു മല്ലയുദ്ധം, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മല്ലയുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കാണാൻ പോവാന്നുള്ളൊരു പ്രൊപ്പോസൽ ടു കമ്മിറ്റ് സിൻ. അവനെ സംബന്ധിച്ച് ഒരു വലിയൊരു പാപമാണ്. അവനെ സംബന്ധിച്ച് ഉണ്ടായ ഒരു വലിയ പ്രലോഭനം, വലിയൊരു അഡിക്ഷൻ. ആ ഒരു അഡിക്ഷനിലേക്ക് വീണ്ടും പോകാനുള്ള ഒരു പ്രപ്പോസൽ കൂട്ടുകാർ വയ്ക്കുന്നു. ഒരു പാപ സാഹചര്യം അവിടെ വരികയാണ്. അതായത് ഇന്ന് ഈ ടൗണിൽ ഒരു മല്ലയുദ്ധം നടക്കുന്നുണ്ട്, അപ്പോൾ അതിന് പോയാലോ എന്നൊരു ചിന്ത കൂട്ടുകാർ വയ്ക്കുന്നു. അപ്പീലിയസ് ആദ്യം നോ പറഞ്ഞു. പക്ഷേ കൂട്ടുകാർ വളരെ ശക്തമായിട്ട് നിർബന്ധിക്കുകയാണ്. അത് സാരില്ല, നീ പോരെ, നമുക്ക് കാണാതെ, നീ ശ്രദ്ധിക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായിട്ട് നിർബന്ധിച്ചു. അപ്പോൾ അപ്പീലിയസിൻ്റെ ഉള്ളിൽ ഒരു തോന്നി, ഓക്കെ, ഞാൻ വലിയ ശക്തമായ തീരുമാനം എടുത്തു, ഞാൻ പോയാലും അതിൽ വീഴില്ല എന്ന് എനിക്കൊന്ന് തെളിയിക്കണം എന്നൊരു തീരുമാനം, എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ. അവൻ പറയാണ്, ഞാൻ എൻ്റെ ശരീരം കൊണ്ട് അവിടെ പോയാലും ഞാൻ മല്ലയുദ്ധം കാണില്ല, എൻ്റെ കണ്ണുകൾ മൂടി ഞാൻ വെക്കും, മല്ലയുദ്ധം കാണില്ല എന്ന ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് അവൻ പോവുകയാണ്. മല്ലയുദ്ധം കൊഴുത്തു വന്നപ്പോൾ ഇവൻ്റെ ചെവിട്ടിൽ ഈ മല്ലയുദ്ധത്തിൻ്റെ സൗണ്ട്, പണ്ട് ഇവൻ കേട്ടിരുന്ന, ആസ്വദിച്ചിരുന്ന സൗണ്ടുകളൊക്കെ, സ്വരങ്ങൾ ഇവൻ്റെ ചെവിട്ടിലേക്ക് വരാൻ തുടങ്ങി. പതുക്കെ ഇവൻ്റെ ചെവിട്ടിലൂടെ ഈ ശബ്ദം അവൻ്റെ ഉള്ളിലേക്ക് കയറി. അവൻ്റെ പണ്ടുണ്ടായിരുന്ന ഈ ആസക്തി, ഈ അഡിക്ഷൻ്റെ കാര്യങ്ങളൊക്കെ അവൻ്റെ ഉള്ളിൽ പതുക്കെ വീണ്ടും ഉണർന്നു തുടങ്ങി. അപ്പോഴും അവൻ ചിന്തിച്ചു, ഞാനിത് കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ കണ്ണടച്ചു വെച്ചേക്കാണ് എന്നുള്ള ഒരു ധൈര്യത്തോടെ അവൻ വീണ്ടും അവിടെ തന്നെ നിന്നു. അവൻ ആ സാഹചര്യം വിട്ടുപോയില്ല, അവൻ അവിടെ തന്നെ നിന്നു. കുറച്ചുകൂടി കഴിഞ്ഞു, മല്ലയുദ്ധം അതിൻ്റെ ക്ലൈമാക്സിലെത്തിയപ്പോൾ
വിശുദ്ധ അഗസ്റ്റിൻ്റെ ഗ്രന്ഥത്തിൽ അഗസ്റ്റിൻ വിവരിക്കുകയാണ്. ക്ലൈമാക്സിലെത്തിയപ്പോൾ വളരെ ഒരു വലിയ നിശബ്ദതയിലേക്ക് ആ ക്ലൈമാക്സ്, മല്ലയുദ്ധത്തിൻ്റെ ക്ലൈമാക്സ് വന്നു. പെട്ടെന്ന് വളരെ ഒരു വലിയ നിശബ്ദത, ആകെ ഒരു സൈലൻസ്. അവൻ്റെ ഉള്ളിൽ വലിയൊരു ജിജ്ഞാസ വന്നു. ആ സസ്പെൻസ് എന്താണെന്ന് അറിയാനായിട്ട് ഒരു നിമിഷം അവൻ കണ്ണു തുറക്കാനായിട്ട് അവൻ തീരുമാനിക്കുന്നു. അടുത്ത വിവരണം ഇങ്ങനെയാണ്: ഒരു നിമിഷം അവൻ കണ്ണു തുറന്നു. ആ ഒരു കണ്ണ് തുറക്കലോടുകൂടി അവനെടുത്ത തീരുമാനത്തിൽ അവൻ വീണുപോയി. ആ തീരുമാനത്തിൽ നിലനിൽക്കാൻ പറ്റാതെ അവൻ വീണുപോയി. പിന്നെ നമ്മൾ കാണുന്നത് പണ്ട് ഉണ്ടായതിനേക്കാൾ കൂടുതൽ ആസ്വദിച്ച് ഈ മല്ലയുദ്ധം കാണുന്ന അപ്പീലിയസിനെയാണ്. എന്നിട്ട് അഗസ്റ്റിൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അതായത് ജിജ്ഞാസ വീണ്ടും കുറച്ചുകൂടി കൂടിയ ജിജ്ഞാസയിലേക്കും അത് അടുത്ത പരീക്ഷണത്തിലേക്കും അത് പിന്നീട് തിന്മയിലേക്കും നയിക്കുന്നു. ജിജ്ഞാസ വളർന്ന് പ്രലോഭനം പരീക്ഷണത്തിലേക്കും, പരീക്ഷണം വളർന്ന് പാപത്തിലേക്കും നിബന്ധിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ്റെ ശക്തമായ ഒരു പ്രബോധനമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: പ്രലോഭനങ്ങൾ നമ്മളൊക്കെ ഫേസ് ചെയ്യും. ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി തമ്പുരാൻ നമുക്ക് നൽകും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു ജാഗ്രത വേണം. എൻ്റെ തമ്പുരാനോട് ചേർന്ന് നിന്ന് പോകണം. ഞാൻ പ്രാർത്ഥിക്കണം, പ്രലോഭനത്തിൽ എന്നെ ഉൾപ്പെടുത്തരുത് എന്നും പ്രാർത്ഥിക്കണം. എനിക്കൊരു ശക്തിയില്ല, എനിക്ക് ഒരു ബലവും ഇല്ല. കർത്താവ് നൽകിയ ബലം, എൻ്റെ കൂടെ നടക്കുന്ന ആകെ ഒരു ബലം, ചെറിയൊരു കാര്യം വരുമ്പോൾ പോലും വീണു പോകുന്ന ഒരു മനസ്സും അത്രയൊക്കെ ബലമേ എനിക്കുള്ളൂ. പക്ഷേ ദൈവമേ, എൻ്റെ കൂടെ കൈ പിടിച്ച് എന്നെ നടത്തണേ. ഈ പ്രലോഭകൻ്റെ കുര കേൾക്കുമ്പോഴേ കർത്താവിൻ്റെ കരം പിടിക്കാൻ, എപ്പോഴും കർത്താവിൻ്റെ കരം പിടിക്കാൻ, ധൈര്യത്തോടെ നടക്കാനായിട്ടൊരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് നമ്മൾ പറയണം നോ. ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമ്മൾ പറയണം നോ. ആദ്യമേ തന്നെ പറയണം. അതിൽ സന്തോഷിക്കാനോ ആ ഒരു സന്തോഷത്തെ എക്സ്റ്റെൻഡ് ചെയ്യാനോ പോയി സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചിട്ട് ശത്രുവാകുന്ന പിശാചിൻ്റെ പ്രലോഭനങ്ങളെ തോൽപ്പിക്കാനും കൈകാര്യം ചെയ്യാനും അതിജീവിക്കാനുമുള്ള കൃപ അനുനിമിഷം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, കുടുംബത്തിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, ജോലി മേഖലകൾ, ഇവിടെയൊക്കെ വരുന്ന പ്രലോഭനങ്ങളെ നല്ല ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എൻ്റെ അപ്പൻ്റെ കരം പിടിച്ച്, എൻ്റെ ദൈവത്തിൻ്റെ കരം പിടിച്ച് അതിനെ അതിജീവിക്കാൻ ചേർക്കാനുള്ള വലിയ കൃപയ്ക്കായിട്ട് അനുദിനം പ്രാർത്ഥിച്ച് ജാഗ്രതയോടെ വിശുദ്ധിയിൽ തിന്മയുടെ മാലിന്യമേശാതെ നമുക്ക് ജീവിക്കാം. അങ്ങനെ വരുമ്പോൾ സമാധാനത്തിൻ്റെ ദൈവം പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി